ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും ആവശ്യമായി വരുന്ന ഒരു ക്യാമറ ട്രിക്കാണ്. ഇത് എല്ലാവർക്കും ആവശ്യമായിട്ട് വരും. ആ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഇതുപോലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഒരുപാട് പേർക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിൽ ഫോളോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് വലതുവശത്ത് കാണും, അവിടെ കൂടി ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ വീഡിയോക്ക് പരമാവധി ലൈക്കോ കമന്റോ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും അത് റെഫറായി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ റെഫറൻസ് വരികയുള്ളൂ വീണ്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. യൂട്യൂബിലാണെങ്കിൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും മതിയാവും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും തന്നെ പല ഘട്ടത്തിലും വല്ല ഡോക്യുമെൻസുകളോ ഫയലുകളോ നമുക്ക് എന്തെങ്കിലും മരുന്നിൻ്റെ ബില്ലുകളൊക്കെ അയച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരും. ഇനിയിപ്പോൾ പ്രവാസികളാണെങ്കിൽ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ പല ഡോക്യുമെൻസുകളും പലർക്കും അയച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ ഓണാക്കി ഫോട്ടോ എടുക്കും. ശേഷം ഇതുപോലെ ക്രോപ്പ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇങ്ങനെയല്ല ശരിയായ രീതിയിൽ ഫയലുകൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഫയലുകൾ ഫോട്ടോ എടുത്ത് അയക്കുക എന്നുള്ളത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് മോർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പല കമ്പനികളുടെ ഫോണിൽ സെറ്റിങ്സുകൾ വ്യത്യസ്തമായിരിക്കും. എൻ്റെ കയ്യിലുള്ളത് ഓപ്പോയും വിവോയുടെ ഐക്യുവുമാണ്. അപ്പോൾ അതിലാണ് ഞാൻ കാണിക്കുന്നത്. മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ ടെസ്റ്റ് സ്കാനർ എന്നായിരിക്കും കാണുക, കാരണം ഓപ്പോ എന്ന ഫോണിൽ ടെസ്റ്റ് സ്കാനറാണ് ഉള്ളത്. ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വെച്ച ഉടനെ തന്നെ ഇതുപോലെ സ്കാൻ ചെയ്ത് തരും. എന്നിട്ട് നമ്മളത് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എൻഹാൻസ് ആയി നമുക്ക് ആ ഫോട്ടോ ഇവിടെ അത് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ്സ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ 99 വരെയുള്ള ഇതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സുകൾ നമുക്കിവിടെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒന്നും കൂടി വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് സെറ്റാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ കറക്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഹാൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണും എന്താ ക്ലാരിറ്റി. നമ്മുടെ ഫോമിലോ അല്ലെങ്കിൽ ഡോക്യുമെൻസുകളിലോ ബില്ലുകളിലോ ഉള്ള അതേ ക്ലാരിറ്റി തന്നെ, ഒരു ഡോട്ട് പോലും ശരിക്കും തെളിഞ്ഞു കാണുന്ന രൂപത്തിൽ നമുക്ക് ഇതുപോലെ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇത് പ്രകാരമാണ് കറക്റ്റായിട്ട് ഡോക്യുമെൻസുകളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുക. നമ്മൾ ഫോട്ടോ എടുത്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇതാണ് നമ്മൾ ഫോട്ടോ എടുത്ത ബില്ല്, കണ്ടില്ലേ? ഇതിൻ്റെ ക്ലാരിറ്റിയും നമ്മൾ ഡോക്യുമെൻസായി എടുത്ത ക്ലാരിറ്റിയും നിങ്ങൾ നോക്കി നോക്ക്. അപ്പം ഈ ഒരു ട്രിക്സ് പല സമയത്തും നമുക്ക് ഉപകാരമായി വരും. ഇനി നമുക്ക് ഓപ്പോയിൽ എങ്ങനെയാണ് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഓപ്പോ ഫോണിലാണ്. ക്യാമറ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കേണ്ട ഓപ്ഷൻ വരും. ഇതുപോലെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിലും നമ്മൾ മോർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ടെസ്റ്റ് സ്കാനർ എന്നുള്ള ഒരു ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഒട്ടുമിക്ക ഫോണിലും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ടെസ്റ്റ് സ്കാനറോ എന്നോ ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് വെച്ച ഉടനെ ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ബില്ല് മാത്രമായിട്ട് ഇതുപോലെ സ്കാൻ ചെയ്യും. നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻഹാൻസ് ആയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ രൂപം ഇതുപോലെ വരും, നല്ല ക്ലിയറിൽ. സാധാരണ നമ്മൾ വിവോയിലും ഐക്യുയിലൊക്കെ ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താണ് എൻഹാൻസ് ചെയ്യാറ്. എന്നാൽ ഓപ്പോയിലും മറ്റുള്ള ഫോണുകളിലും ചിലപ്പോൾ ഇത് പക്ഷേ മുകളിൽ ഒരു ടെസ്റ്റിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും, T എന്നുള്ള ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഹാൻസ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രൂപത്തിലും നല്ല ക്ലാരിറ്റിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം എൻ്റെ കൈ വെച്ചിരിക്കുന്ന ഓപ്ഷൻ വരെ അതിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ എടുത്തു കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ഭാഗം തന്നെ അവിടെ നിന്ന് പോയി നല്ല ക്ലിയറിൽ ഡോക്യുമെൻറ്റ്സ് അതേ ക്ലാരിറ്റിയിൽ തന്നെ ലഭിക്കും. അപ്പം ഈ ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യുക.